بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له، من يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت إنما توفون أجوركم يوم القيامة فمن زحزح عن النار ودخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. قال رسول الله صلى الله عليه وسلم: أكثر الذكر هادم اللذات. സ്നേഹ ആദരണീയരായ ഏറെ ബഹുമാനവും ആദരവുമുള്ള ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب يرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. സൂറത്ത് ഇസ്രായിൽ നിന്നാണ് ഞങ്ങൾ ഓതി കേൾപ്പിച്ചത്. ആയത്ത് നമ്പറുകൾ ഞാൻ പറയാത്തതിന് കാരണം ചില മുസാഹിബുകളിലൊക്കെ തന്നെ ചില പരിഭാഷകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ വ്യത്യാസം ഉണ്ടായേക്കാം. ഇതാണ് ശരി. ഒരു 57-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഉപദേശങ്ങൾ നമ്മൾ ഓർക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അക്സറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. ഈ ഇഹലോക സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞു, വല ദിക്റുല്ലാഹു അക്ബർ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരു ഒമ്പിച്ച കാര്യമാകുന്നു. എപ്പോഴും അള്ളാഹു സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുന്നതിനേക്കാളൊക്കെ തന്നെ കൂലിയുള്ളൊരു കാര്യമാണ്, പ്രതിഫലാർഹമാണ് അള്ളാഹു ധാരാളം ഓർക്കുക എന്നുള്ളത്. അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുക, മരണാനന്തര ജീവിതം, പരലോക ജീവിതം. അതിനായി നമ്മളെന്ത് വേണം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ദുആകളെ ചൊല്ലുക, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വായിക്കുക, അർത്ഥം ഉൾക്കൊള്ളുകൊണ്ട്. ഖുർആൻ വായിച്ച് പഠിക്കുക.
എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവതരിപ്പിച്ചത്. യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിച്ചു പഠിക്കുക. അപ്പോൾ സദാ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കണം. ആ വായന അർത്ഥത്തോടു കൂടി ആയിരിക്കണം. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും, മാൽമുക്ക, നിന്റെ ഇൽമ് എന്താവുന്നു? ഖറഅ്തു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി എന്ന് മറുപടി പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥം കൊണ്ട് വായിച്ചു പഠിക്കണം. ഖറഅ്തു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, അത് വിശ്വസിച്ചു. വിശ്വസിക്കുന്ന അർത്ഥം അറിയണ്ടേ? അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. വസദ്ദഖ്തു ബിഹി, സത്യമാക്കി എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുന്നുകൊണ്ട്, ശിർക്കുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുന്നുണ്ട്. നിർബന്ധ കൽപ്പനകൾ ജീവിതത്തിൽ പൂർണ്ണമായും പാർത്തിമാക്കിക്കൊണ്ട് സുന്നത്തായ കർമ്മം കഴിയുന്നത്ര ചെയ്തുകൊണ്ട് ജീവിക്കുക. അത് സത്യമാക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിവരേക്ക് പഠിപ്പിച്ചു കൊടുത്തു? ആ മാർഗം, മാ അന സഹാബി, മാ അനാലി വസാബി, ഞാനും എൻ്റെ സഹാബത്ത് ചെയ്ത മാർഗത്തിൽ ആ മാർഗം അത് നമ്മൾ പഠിച്ചറിയുക. എന്നിട്ടോ അത് ജീവിതത്തിൽ പാർത്തിമാക്കുക. അതിനുവേണ്ടി എന്ത് വേണം? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം. അങ്ങനൊരു അവസ്ഥ നമ്മൾ ഉണ്ടാവണം. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പരീക്ഷ തലേദിവസം ധാരാളം വായിച്ച് പഠിച്ചു കൊണ്ടിരിക്കണം. എന്തിനെ? കൂടുതൽ മാർക്ക് കിട്ടാൻ, പരീക്ഷ തോൽക്കാതിരിക്കാൻ വേണ്ടി. നമ്മളെ പരീക്ഷ എന്താണ്? ആയുസ് ഞാൻ മരിക്കുക എന്നുള്ളത് എന്തോ തോന്നുന്നു, അത് പരീക്ഷയാണ്. മരണശേഷം നമുക്ക് ഖബറിൽ ചോദ്യമുണ്ട്, പരലോകത്ത് ചോദ്യമുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് നമുക്കറിയില്ല. പരീക്ഷ നമുക്ക് എപ്പോഴാണ് നമുക്കറിയുന്നത്? ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകം പഠിച്ചു വായിക്കുന്നു. അപ്പോഴും മരണം നമ്മളെ മുമ്പിലുണ്ട്. എല്ലാവരും മരിക്കും, ചെറിയ കുട്ടികളും വലിയവരൊക്കെ മരിക്കും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? പരലോകത്ത് നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ വിചാരമുണ്ട്, അവിടെ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നിമിഷവായുസും ചെറികൾ പിൻവലി ജീവിച്ചാൽ സ്വർഗം കിട്ടും. അതിന് വിപരീതമായി പിശാചിൻ്റെ ദുർബോധനങ്ങൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമുക്കെന്ത് ചെയ്യും? പോവും, നരകത്തിൽ അള്ളാഹു ഇട്ട് സൂക്ഷിക്കും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കാത്തുസൂക്ഷിക്കുമാറാകട്ടെ. അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞു? എപ്പോഴും നമ്മളെന്ത് ചെയ്യുക? നമ്മളെ മനസ്സുകൾ, ഹൃദയത്തെ ഇങ്ങനെ ഉത്ബോധനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ എപ്പോഴും എന്ത് ചെയ്യുക? ഖുർആൻ വായിച്ച് പഠിച്ചുകൊണ്ട്, ഹദീസ് വായിച്ച് പഠിച്ചുകൊണ്ട് മനസ്സിനെ എന്ത് ചെയ്യുക? എപ്പോഴും ബോധന്മാരാക്കി കൊണ്ടിരിക്കുക, ചിന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മറപ്പിക്കാതിരിക്കുക. മരണത്തെ പറ്റിയുള്ള ചിന്തകളെ ധാരാളം ഓർത്തുകൊണ്ട്, മരണാനന്തര ജീവിതം ഓർത്തുകൊണ്ട് ആ ഒരു ബോധം ഉണ്ടാക്കുന്ന പ്രവർത്തനം ഖുർആനും ഹദീസും അർത്ഥവും വായിച്ച് പഠിക്കുക. മരണാനന്തരം അവിടെ നടക്കുന്ന സംഭവ വിചാരണകൾ, ഖബറിലെ ചോദ്യങ്ങൾ, ഇതിനെപ്പറ്റി ചിന്തിച്ച് ഭയപ്പെടുക, നരകത്തെപ്പറ്റി ഭയപ്പെടുക. അങ്ങനൊരവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴാണെന്ന് മരിക്കുക നമുക്കറിയില്ലല്ലോ. പരീക്ഷ നാളെയാണ് നമുക്കറിയാം, സ്കൂളത്തെ മദ്രസത്തൊക്കെ. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു, വായിക്കുന്നു. പക്ഷെ നമ്മളെ മരണം എന്താകുന്നു എപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ എന്ത് വേണം? മരിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നമുക്കവിടെ പരീക്ഷ ഉണ്ട്, ഖബറിൽ പരീക്ഷ ഉണ്ട്, പരലോകത്ത് പരീക്ഷ ഉണ്ട്. അപ്പോൾ ആ പരീക്ഷ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓർത്തുകൊണ്ടിരിക്കണം, പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കണം, അത് തഫ്സീറായും ഹദീസിൽ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഹൃദയം എപ്പോഴും പച്ചയായിക്കൊണ്ടിരിക്കണം. ഒരു കൃഷി നാം വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുന്ന പോലെ, കൃഷിക്ക് വെള്ളമൊഴിക്കാതിരുന്നാൽ കൃഷി ഇറങ്ങിപ്പോവില്ലേ? ആകാശത്ത് നിന്ന് അല്ലാഹു തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു, ഭൂമി എന്ത് ചെയ്യുന്നു? സസ്യങ്ങളൊക്കെ മുളച്ചു പൊന്തുന്നു, ചെടികളൊക്കെ ഉണ്ടാവുന്നു. മഴ വർഷിക്കാതിരുന്നാൽ എൻ്റെ സ്ഥിതി വരണ്ടു പോകും. എന്ന പോലെ ഹൃദയം വരണ്ടു പോകരുത്. ഹൃദയത്തിന് എന്ത് ചെയ്യണം? മഴ വർഷിപ്പിച്ച്, ഭൂമിക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉപദേശങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? സജീവമാക്കണം. ഉപദേശിച്ചു കൊണ്ട്, ഖുർആൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഓർത്തുകൊണ്ട്
എപ്പോഴും ഹൃദയം നമ്മൾ എന്ത് ചെയ്യുക, ജീവിപ്പിക്കുക. അതിനെതിരെ നിൽക്കുന്ന പിശാചിൻ്റെ ശരീരം തൊട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക. പിശാച് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം മുടക്കിക്കൊണ്ടിരിക്കുന്നു, ചീത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശിർക്ക് ബിദ്അത്തുകൾ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, അവൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഇസ്ലാമിനെ ദുർബോധനം നടത്തി അവൻ എന്ത് ചെയ്തു, ആ സുഖസൗകര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തിറക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മറപ്പിച്ചുകൊണ്ടാണ് അവനെ ചെയ്യുക. നമ്മളെ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് മറപ്പിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നല്ല നല്ല കാര്യങ്ങൾ മറയിട്ട് തരുവാണ്, ദേശകളിൽ ജീവിക്കാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബോധം നമുക്കെപ്പോൾ ഉണ്ടാവണം, ഒരു ദുശക്തി. ഒരു മലക്കും നമ്മുടെ ശരീരത്തിലുള്ള രക്തം സഞ്ചരിക്കുന്നിടത്തോട് ഉണ്ട്, ഒരു പിശാചും ഉണ്ട്. അള്ളാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ഹദീസിലുള്ള കാര്യം അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. അപ്പം മലക്കെന്ത് ചെയ്യും, നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങളിലേക്ക് ഉപദേശിച്ചുകൊണ്ട് പിശാചും. അങ്ങനെ ഒരു വടംവലി നമ്മുടെ മനസ്സിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അതിന് രക്ഷ കിട്ടാൻ, പിശാചിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനും വേണ്ടി, അങ്ങോട്ട് പോകാതിരിക്കാനും വേണ്ടി നമുക്ക് എന്താണ്, ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കണം, ഹദീസുകൾ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, അലാ അറിഞ്ഞേക്കുക, ലാ യതൂലന്ന അലൈക്കും അമദു ഫതഖ്സുവ ഖുലൂബുക്കും. അല്ലേ, ഓർക്കുന്നില്ലേ നിങ്ങൾ? കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപദേശങ്ങളില്ലാതെ കാലങ്ങൾ ദീർഘിച്ചു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഉപദേശങ്ങൾ ഇല്ലാതെ, ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കാതെ, ഹദീസുകൾ അർത്ഥത്തോട് വായിച്ചു പഠിക്കാതെ, ഉത്ബോധനങ്ങൾ, അള്ളാഹു ഉത്ബോധനങ്ങൾ വിട്ടകന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശൂന്യമായി പോകും, മ്ലേച്ഛമായി പോകും, വരണ്ടു പോകും, കാഠിന്യമായി പോകും. അള്ളാഹുവിനെ പറ്റി ചിന്തകളിൽ നിന്ന് അകന്നു പോകും. ഇമാം കാര്യങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധം കുറഞ്ഞു പോകും. അങ്ങനെ ഹൃദയം കാഠിന്യമായി പോകും. കാഠിന്യമുണ്ടായി പോയാൽ പിന്നെ നമുക്ക് എന്തല്ല, നിസ്കരിക്കാനോ നോമ്പ് നോക്കാനോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാർത്ഥമാക്കുവാൻ താല്പര്യം കുറയും. പിശാച് നമ്മളെ യഥാർത്ഥ മാർഗ്ഗം തടഞ്ഞു വെക്കും. ചെയ്ത കാര്യങ്ങളിലേക്ക് അലങ്കാരമാക്കി കാണിച്ചു വരും, അങ്ങോട്ടും ഇങ്ങോട്ട് പോയി പോകും. അപ്പം അതുകൊണ്ട് അതിനെതിരെ നമുക്ക് അല്ലാഹു തആല ചെയ്ത മഹത്തായ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലാഹു തആല അവതരിപ്പിച്ചത്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പോലും നിർബന്ധമാക്കാതെ ഖുർആൻ വായിച്ചു പഠിപ്പിക്കുകയായിരുന്നു, സംസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ സഹാബിവര്യന്മാരെ സംസ്കരിച്ചെടുത്ത ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അതെന്ത് ചെയ്യുക, നമ്മളും വായിച്ചു പഠിക്കുക. ഇല്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും, പിശാചിൻ്റെ കയ്യിൽ പെട്ടുപോകും. കാലങ്ങൾ ദീർഘിച്ചു പോകുന്നതോടും നമ്മൾ ഹൃദയത്തിന് കാഠിന്യമുണ്ടായിപ്പോവും. അങ്ങനെ കാഠിന്യമുണ്ടായിപ്പോയാൽ ദൈവചിന്തയിൽ നിന്ന് അകന്നു പോകും. അതിനുവേണ്ടി നമ്മളെന്ത് വേണം, ഖുർആൻ, അത് തഫ്സീർ, ഹദീസുകൾ വായിച്ചു പഠിക്കണം. മനസ്സിലായ? അർത്ഥം കൊണ്ട് വായിച്ചു പഠിക്കണം. എത്ര വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുള്ള ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അർത്ഥത്തോടു കൂടി വായിച്ചു പഠിക്കണം ഖുർആൻ. ഹദീസുകൾ അർത്ഥത്തോടു കൂടി വായിച്ചു പഠിക്കണം. അപ്പോഴെന്തായിരിക്കും, ഹൃദയം വരണ്ടു പോവില്ല, കാഠിന്യം ഉണ്ടാവില്ല, പച്ചയായി കൊണ്ടിരിക്കും. നനവുള്ള വൃക്ഷം ഉഷാറായി വളരുമല്ലോ. കൃഷികളൊക്കെ തന്നെ, പച്ചക്കറികളൊക്കെ തന്നെ. നനക്കാതിരുന്നാൽ വരണ്ടു പോയില്ല, ഉണങ്ങിപ്പോവില്ലേ? എന്ന പോലെ നമ്മളെ ഹൃദയത്തിന് നനവുണ്ടാക്കി കൊടുക്കുക, കുളിർമയുണ്ടാക്കി കൊടുക്കുക, കാഠിന്യമാകുവാൻ അനുവദിക്കാതിരിക്കുക. ഉപദേശങ്ങൾ ഖുർആനിലൂടെ ഹദീസിലൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിന്ന് വായിച്ചു പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം, ചിന്തകൾ, വലിയ ദിക്റുല്ലാഹു അക്ബർ, അത് വലിയ അമ്പിച്ച കാര്യമാണല്ലോ. പരലോകത്തെ ചിന്ത, മരണാന്തര ജീവിതം, സ്വർഗം, നരകം, ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത്തരം ചിന്തകൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക,
പ്രവാസി ചര്യകൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലും നമ്മൾ പാർഥ്യമാക്കുക. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൃദയം കാഠിന്യമായി പോകും, യഥാർത്ഥ മാർഗം തെറ്റിപ്പോകും. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല പറയുകയാണ് സൂറത്ത് ഇസ്രായിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പൂർവികന്മാരായ ആളുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഒഴിയുള്ളവരോട് പ്രാർത്ഥിച്ചിരുന്നു, രക്ഷ അഭ്യർത്ഥിച്ചിരുന്നു, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരുടെ പേര് അറുത്തിയിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ, അള്ളാഹു നേർച്ചകൾ അർപ്പിക്കുന്ന പോലെ, അള്ളാഹുവിന് പേര് അറുക്കുന്ന പോലെ അള്ളാഹു സൃഷ്ടികൾക്ക് അവരെന്ത് ചെയ്യുന്നു? നേർച്ചകൾ അർപ്പിച്ചിരുന്നു, ആരാധനകൾ അർപ്പിച്ചിരുന്നു. പൂർവികന്മാരായ മരിച്ചുപോയ മഹാത്മാക്കളുടെ ചിലരുടെ രൂപങ്ങളിൽ അവർ കല്ലുകൾ കുത്തിയുണ്ടാക്കി ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അല്ലാതെയും എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിന് പുറമെ അവർക്ക് ആരാധന അർപ്പിച്ചിരുന്നു. ആരാധന അള്ളാഹുവിന് അർപ്പിക്കുക എന്നുള്ളതാണ് തൗഹീദ്. ആരാധനകൾ സൃഷ്ടിക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് ശിർക്ക്. അപ്പം പ്രാർത്ഥന ആരാധനയാവുന്നു. എന്താ പ്രാർത്ഥന? വൈബിയ നിലക്കുള്ള മനുഷ്യ സാധാരണമല്ലാത്ത നിലക്കുള്ള സായപ്പെടുത്തങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയാം. പരസ്പരം സൃഷ്ടികളും പരസ്പരം ചോദിച്ചറിയുന്ന പ്രാർത്ഥന എന്ന് പറയില്ല. അപ്പോൾ ദുആഉൽ ഇബാദ, ദുആദ് ആരാധനയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ആ ദുആകൾ വൈബിയ നിലക്കുള്ള സായപ്പെടുത്തങ്ങൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിച്ചു കൊണ്ടിരുന്ന കാരണത്താൽ അവരെന്തായി? മുശ്രിക്കുകളായി, ശിർക്ക് ചെയ്തവരായി. അങ്ങനെ അത് ചെയ്യരുത് എന്ന് പറയുവാനാണ് പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നിയോഗിച്ചത്. അങ്ങനെ ചെയ്തിരുന്നു. പലരും അതിൽ നിന്ന് മാറി നിന്നു, തൗഹീദിലേക്ക് വന്നു. ആരാധന അള്ളാഹുവിനെ അർപ്പിക്കുക തൗഹീദ്, ആരാധന സൃഷ്ടികൾ അർപ്പിക്കുക ശിർക്ക്. മനസ്സിലായ? ആരാധന ഏതെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിച്ചാൽ ശിർക്ക് വരും. ശിർക്കോട് മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. തൗഹീദോട് മരിക്കണം. ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് മരിക്കണം. അപ്പോഴേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. അതിന് ഗൗരവം ഖുർആൻ എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉലായിക്ക അക്കൂട്ടർ അല്ലദീന ഇദൂന, അവർ ആരോടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ യബ്തഗൂന, അവർ എന്ത് ചെയ്യുന്നു? ആശിച്ചു കൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, തേടിക്കൊണ്ടിരിക്കുന്നു. ഇലാ റബ്ബിഹിം വസീലത്ത, അവർ റബ്ബിങ്കിലേക്ക് ഒരു വസീലത്തിനെ എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് സമീപിക്കുവാൻ, എന്നല്ലാതെ മറ്റു മഹാത്മാക്കളെ ഇടാളന്മാരാക്കുവാനല്ല. അത് തെറ്റായ അർത്ഥമാണ്. ചിലരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് സംസ്ഥക്കാർ മറ്റു മഹാത്മാക്കളോട് എന്ത് ചെയ്യുന്നത്? അവർ ഇടയാളന്മാരാക്കി ഹക്ക് ജാഹ് ബർക്കത്ത് ദാത്ത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള റസൂലും പഠിപ്പിക്കാത്ത പ്രാർത്ഥനകളാണത്. അതെന്താവുന്നു? പഠിപ്പിക്കാത്ത കാര്യം ചെയ്താൽ ബിദഅത്താണ്, ളലാലത്തിന് വഴിച്ച് മാർഗമാണ്. അള്ളാഹു എന്ത് ചെയ്യില്ല? നമ്മൾ അമലുകളൊന്നും സ്വീകരിക്കില്ല. ബിദഅത്ത് ചെയ്താൽ. ശിർക്ക് ചെയ്താലോ പാപങ്ങളൊന്നും, ശിർക്കിയോടുകൂടി മരണപ്പെട്ടാൽ സ്വർഗത്തിൽ കടക്കില്ല. നമ്മൾ അമലുകളൊക്കെ തന്നെ ബാധ്യമായി പോവുകയും ചെയ്യും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അവർ ചെയ്തതിന് വിഭാഗം ഉണ്ടായിരുന്നു. അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥിച്ചിരുന്ന, രക്ഷകൾ അഭ്യർത്ഥിച്ചിരുന്ന വിഭാഗം ഉണ്ടായിരുന്നു. അവർ ആക്ഷേപിക്കൊണ്ട് അള്ളാഹു തആല പറയുന്നത് ഉലായിക്ക യാതൊരു കൂട്ടർ അല്ലദീന ഇദൂന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ യബ്തഗൂന. ആരോടൊക്കെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം നബി ഇസ്ലാമിനോട്, അതേപോലെ തന്നെ ഹുസൈർ നബി ഇസ്ലാമിനോട്, ഈസാ നബി ഇസ്ലാമിനോട്, മറിയം ബീവിയോട്, ഇസ്മായിൽ നബി ഇസ്ലാമിനോട്, അതേപോലെ തന്നെ ഉദ്ദീൻ നസ്രി യഹൂദ് പോലെയുള്ള മഹാന്മാരോട് അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കിയും ഇല്ലാതെയും അവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചിരുന്നു, നേർച്ചകൾ അർപ്പിച്ചിരുന്നു, ആരാധന അർപ്പിച്ചിരുന്നു. ഇതൊക്കെ എന്താവുന്നു? അള്ളാഹുവിൽ മാത്രം അർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അത് സൃഷ്ടികൾ അർപ്പിച്ചിരുന്നു. അതെന്താവുന്നു? അപകടകരമായ കാര്യമാണ്, ചെയ്യരുത്. ആരാധന അള്ളാഹു മാത്രമാണ്. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ഖുലൂ നിങ്ങൾ പ്രഖ്യാപിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകരനായ അള്ളാഹു അല്ല, മറ്റു ഇലാഹില്ല ഇന്ന് പ്രഖ്യാപിക്കങ്ങൾ. പിന്നെ അള്ളാഹുവിനല്ല നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കുക. ഞങ്ങൾ വിജയം വരിക്കാം
എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതും വകവെക്കാതെ എന്ത് ചെയ്യുന്നു, അപ്പന്മാരും ചെയ്തു പോന്നു. ഇവരൊക്കെ ഞങ്ങളെ അള്ളാഹുവിലേക്കുള്ള അടുപ്പിക്കുന്നവരാണ്, ശുപാർശക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, പല ആളുകളും വീണ്ടും ചെയ്തിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ വചനമാനങ്ങൾ ഓതി കേൾപ്പിച്ചത് ഉലൈക്കൽ ലദീന യദഊന, ഉലൈക്കൽ ലദീന യാതൊരു കൂട്ടർ അല്ലദീന യാതൊരു കൂട്ടർ യദഊന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആരോടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അക്കൂട്ടർ, അതായത് ഇബ്രാഹിം നബി ഇസ്ലാം, അതേപോലെ ഇസ്മായിൽ നബി ഇസ്ലാം പോലുള്ള സുഹൈൽ നബി ഇസ്ലാം, മലക്കുകൾ, ജിന്നുകളോടൊക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല. അവരൊക്കെ തന്നെ യബ്തഗൂന, അവർ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇല റബ്ബീം, അവർ റബ്ബിങ്കിലേക്ക്, അള്ളാഹുങ്കിലേക്ക്, വസീലത്ത, പുണ്യകർമ്മങ്ങൾ വസീലത്ത് ചെയ്തുകൊണ്ട് മാർഗം, അള്ളാഹുവിലേക്കുള്ള സാമീപ്യ മാർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പുണ്ടാക്കുക? അതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത്, ഫർളായ അമലുകൾ ചെയ്തുകൊണ്ട്, സുന്നത്തെ അമലുകൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകൾ, ജിന്നുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. മരിച്ചുപോയ മഹാത്മാക്കൾ തവസ്സുൽ ചെയ്തുകൊണ്ടല്ല. അങ്ങനെ മാർഗം അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഞാൻ പറഞ്ഞുവല്ലോ. അപ്പം അതുകൊണ്ട് അയ്യുഹും അഖ്റബു, അതിലേറ്റവും അടുത്തവർ തന്നെ, അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ളവരെ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്തിരുന്നു. വീണ്ടും വീണ്ടും അടുക്കാൻ വേണ്ടി പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വയർജൂന റഹ്മത്തഹു, അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയായിരുന്നു. വയഖാഫൂന അദാബഹു, അവൻ ശിക്ഷയെ ഭയപ്പെടുകയായിരുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയമായും റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് തന്നെയാകുന്നു. ജാഗ്രതയോടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഭയപ്പാടോടുകൂടി സൂക്ഷിക്കേണ്ടത് തന്നെയാകുന്നു എന്ന് പറഞ്ഞു കാണുന്നതാണ് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ചുരുക്കത്തിൽ. ആരോടൊക്കെയാണോ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരൊക്കെ തന്നെ, അവർ രക്ഷിക്കും, ഞങ്ങൾ ശുപാർശ ചെയ്യും, ഞങ്ങൾ എന്നൊക്കെ അവർ ആഗ്രഹിച്ചുകൊണ്ട് ഔലിയാക്കന്മാരൊക്കെ തന്നെ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നു, അടുക്കാൻ വേണ്ടി, കൂടുതൽ അടുക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവർ മുന്നേറുകയായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കണം നമ്മളും എന്ത് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത് എന്നല്ലാതെ അവരോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. അവരാരോടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന് കൂടുതൽ അടുക്കുന്നത്? പുണ്യകർമ്മം ചെയ്തുകൊണ്ടാണ്. ആ മാർഗമാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചതെന്ന്. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാബുമോഹൻ തേടാനോ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാരോട് രക്ഷ അഭ്യർത്ഥിക്കാനോ, അവർക്ക് നേർച്ചകൾ അർപ്പിക്കാനോ, അറിവില്ല അറുക്കാനോ, അവർ ശുപാർശക്കാരാക്കി വെക്കാനോ ഒന്നും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. അവർ പഠിപ്പിച്ചു തരുന്ന മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർവികന്മാരാക്കി തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ആ തെറ്റുകുറ്റങ്ങൾ പിന്തുടർന്നാൽ നമ്മൾക്കും തെറ്റുപറ്റും. നമ്മൾ എന്ത് ചെയ്യും, ആ ശിർക്ക് വിദഅത്തുകളിലേക്ക് എത്തിപ്പെടും. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അപ്പം അതുകൊണ്ട് ബിദഅത്തിൽ ചെയ്താലോ അള്ളാഹു അമൽ സ്വീകരിക്കൂല. ശിർക്കും ബിദഅത്തും ഗൗരവമാണ്. അപ്പോൾ അത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനും പഠിപ്പിച്ചു കൊടുക്കാത്ത കാര്യങ്ങളുമാണ്. ഏതൊക്കെ ആയത്തുകൾക്ക് തഫ്സീറായി പല ആളുകളും എന്ത് ചെയ്യുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്യിപ്പിക്കാറുണ്ട്. നേതാക്കന്മാർ, പണ്ഡിതന്മാരൊക്കെ ആളുകൾ. അപ്പോൾ നബി സാഹിബ് ഏകീകരിച്ച മാർഗത്തിൽ അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് മാ അന അൽ സാഹിബി, ഞാൻ എൻ്റെ സാഹിബത്തിൽ ഏതൊരു മാർഗത്തിലുണ്ട് ആ മാർഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, അതാണ് സെൽഫി മനഹജ്, അതാണ് സ്വീകരിക്കേണ്ടത്. അത് വിട്ടെറിഞ്ഞുകൊണ്ട് സമസ്തകാർ രീതി ഉണ്ടാക്കി പ്രമേയം കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, മരിച്ചു മഹാത്മാക്കൾ വിശ്വാസം നടത്താനും ആറ് പേരിൽ നേർച്ചകൾ അർപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പാമ്പും തേടുവാനും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെന്താവുന്നു, പ്രമേയം ഇതുണ്ടാക്കിയതാണ്. ക്രിസ്ത്യാനികൾ പ്രമേയം ഇതുണ്ടാക്കിയ വരെ അതിനൊന്നും റസൂലും പഠിപ്പിച്ചതല്ല. ഒരു ബോധം നമുക്കുണ്ടാവണം. അത്തരത്തിൽ പ്രമേയത്തിൻ്റെ പിന്നാലെ എല്ലാം നമ്മൾ നിൽക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് ചെയ്യുന്നു, നമുക്ക് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദീസുകളും വിശദീകരണമായ ഹദീസുകളും അല്ലാഹു നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ആ കർമ്മം, അതുകൊണ്ട് എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നബി സമയത്ത് വെച്ച മാർഗം അത് നമ്മൾ സ്വീകരിക്കണം. അതിൽ പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ബിദ്അത്താണ്, ളലാലത്തിന് വഴിച്ച മാർഗമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തന്നെയുമല്ല,
അത്തരം കാരണങ്ങൾ ചെയ്താൽ നമ്മൾ അമലുകൾ അള്ളാഹ് സ്വീകരിക്കില്ല. മാത്രമല്ല അത് നമ്മൾ ശിർക്കിൽ എത്തിപ്പെടുന്നതും നമ്മൾ അമലുകളൊക്കെ തന്നെ ബാക്കിലാക്കി പറയുന്ന മഹാപാപത്തിൽ എത്തിപ്പെടുന്നതുമാകുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാതിരിക്കുക, അതിന് വിട്ടു നിൽക്കുക. അത് ഇസ്തിയാസയാണ്, തവസ്സുലാണ്, അനുവദനീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദുർബോധനം പെട്ടുപോകരുത്. അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഹറാമിനെ അത് നമ്മൾ ഇസ്തിയാസയാണ്, തവസ്സുല എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും അത് അനുവദനീയമാക്കുവാൻ പണ്ഡിതന്മാർക്ക് ആർക്കും അതിന് അധികാരമില്ല. അപ്പം അതൊക്കെ പിശാചിൻ്റെ ദുർബോധനങ്ങളാണ്. അപ്പം അത് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പനകൾ അത് പഠിച്ചറിയുക. അത് ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക. അതിന് തഫ്സീർ ഹദീസ് പഠിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മാർഗം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിലൂടെ ജീവിച്ചു വരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചൊരു പാത, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കൂട്ടുകെട്ടൊരു പാതയല്ല. ശിർക്കും വിദഅത്തും ചെയ്യുന്ന സമസ്തക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞ പോലെ മരിച്ചു മഹാത്മാക്കൾ ഇസ്തിഹാസ നടത്തി വഫാത്തായ പ്രവാചകന്മാരോട് പാപം തേടി, അതേപോലെ തന്നെ തവസ്സുൽ ചെയ്ത് ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല, ശിർക്കും വിദഅത്തുകളുമാണ് അത്. അപ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം അത് കൂട്ടുകെട്ടൊരു പാതയാണ്, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗ്ഗമാണ്. അത് നമുക്ക് സ്വീകരിച്ചുകൂടാ. അപ്പോൾ ആരുടെ പാതയാണ്? അള്ളാഹുവിൻ്റെ റസൂലും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച പാതയിൽ ഞങ്ങൾ വഴി ചേർക്കണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കൂട്ടുകെട്ടൊരു പാതയിലല്ല. പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളുടെ പാത ശിർക്കും വിദഅത്തിൻ്റെ പാത അല്ല, അള്ളാലീൻ വഴിച്ചവരുടെ പാതയിലുമല്ല. അത് വഴിച്ചവരുടെ പാത ഖുർആനും ഹദീസും പഠിക്കാതെ, ഇൽമു പഠിക്കാതെ നെഹച്ചിക്കനുസരിച്ച് ജീവിക്കുക, അതുമല്ല. ആ പാതയിലും അല്ല. പിന്നെ ഏത് പാതയിലാണ്? അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന പാത, സാഹിബിനെ പഠിപ്പിച്ചത് പാത. സാഹിബി, ഞാനും എൻ്റെ സാഹിബത്തിൽ ഏതൊരു മാർഗ്ഗത്തിൽ ആ പാതയിലൂടെ ജീവിച്ച് മരിച്ച് നരകായിനെ അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.